അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദക്ക കൊണ്ട് ചികിത്സിക്കുക. ഒരു രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അള്ളാഹുവേ പടച്ചവനെ നിന്റെ പള്ളിക്ക് വേണ്ടി, ഒരു യതീമായ കുട്ടിക്ക് വേണ്ടി, ഖുർആൻ പഠിക്കുന്ന ഒരു മകന് വേണ്ടി, അള്ളാഹുവെ മദ്രസകൾക്ക് വേണ്ടി ഞാനൊരു സംഭാവന കൊടുക്കാം, ഞാനൊന്ന് കൊടുക്കാം. അങ്ങനെ ചികിത്സിക്ക്. അങ്ങനെ ചികിത്സിച്ച് രോഗം മാറി എത്ര ആൾക്കാരുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ നൂറുകണക്കിന് അനുഭവങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതല്ലേ രോഗം വരുമ്പോൾ കൊടുക്കണത്, വെറുതെയല്ലത്, അത് വെറുതെയല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദക്ക കൊടുത്തിട്ട് വേണം രോഗത്തെ ചികിത്സിക്കാൻ. മരുന്ന് കഴിക്കണ്ട എന്നല്ല, മരുന്ന് കഴിക്കണം. മൂസാ നബി അലൈഹിസ്സലാമിന് എന്തോ രോഗം വന്നപ്പോൾ, പനിയെങ്ങാണ്ട വന്നപ്പോൾ ദുആ ചെയ്യാനാണോ പറഞ്ഞേ? നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. ആശുപത്രിയിലും പോത്തില്ല, ഒന്നും പോത്തില്ല, അതും ആത്മഹത്യക്ക് തുല്യമാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോണോ? ചികിത്സിക്കണോ? ഇല്ല, അള്ളാഹ് മാറ്റിത്തരുമെന്ന് പറഞ്ഞിരുന്ന അത് സ്വന്തം ശരീരത്തെ കൊല്ലല. ചിലപ്പോൾ ഈമാൻ കൂടിയവരുണ്ട്, ചിലർ വല്ലാത്ത ദർജയാ അല്ലെ, വലിയ വലിയ അള്ളാഹുവിനെ അത്രയും അറിഞ്ഞവർ. അയ്യൂബ് നബി അലൈഹിസ്സലാമൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരാ. ചെറിയ ആൾക്കാർ, മഹത്തുക്കളായ ഔലിയാക്കന്മാർ, പണ്ഡിതന്മാർ. ചികിത്സ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ചികിത്സ. നമ്മളിപ്പോൾ മക്കാമുകളിൽ കണ്ടിട്ടില്ലേ? എർവാടിയിലൊക്കെ പോകുമ്പോൾ, മുത്തുപേട്ടയിലും അജ്മീറിലും നാഗൂറിലൊക്കെ പോകുമ്പോൾ എത്രയോ പേര് ചികിത്സയുടെ ഭാഗമായി അവിടെ നിൽക്കുന്നു. അത് ആരാണ് മഹാന്മാരെന്നറിയുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. അല്ലാഹു